ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു DVM അഡോപ്ഷൻ സർവീസ്. നമ്മൾ ഇന്ന് കൊല്ലം മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്ത് 4 വയസ്സുള്ള റോഡ് വീലറിന് അഡോപ്ഷന് കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാ. ദാവൂദ് എന്നാണ് ആ റോഡ് വീലറിൻ്റെ പേര്. വെറൈറ്റി പേരല്ലേ, ഗുണ്ട നേതാവിൻ്റെയൊക്കെ പേരാ. അപ്പം നമുക്ക് അവൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. അവൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ ഒന്ന് അറിയാനായിട്ടാണ് ഞങ്ങൾ ഇവൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ദാവൂദിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അവനെ വിലയിരുത്തിയിട്ട് അഡോപ്ഷന് എടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. 2-3 പേര് വിളിച്ചായിരുന്നു. വെളിയിലായിരുന്നു ഞാൻ, അപ്പോൾ ഷട്ട് ഡൗൺ ആയിരുന്നു. ഇനി ലോങ് പോകാൻ വേണ്ടിയിട്ടാണ്. 2-3 പേര് വന്നായിരുന്നു. അല്ല അപ്പോൾ വന്നവരെല്ലാവരും ഈ കച്ചവട ടൈപ്പ് ദാവൂദിനെ അഡോപ്ഷന് കൊടുക്കാൻ കാരണം പുള്ളി നാട്ടിൽ കാണത്തില്ല, ഗൾഫിൽ ഉടനെ പോകും. പിന്നെ അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നല്ലൊരു തീരുമാനമായിട്ട് അഡോപ്ഷൻ കൊടുക്കാനായിട്ടാണ് നമ്മുടെ ദാവൂദിനെ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് ദാവൂദിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞത്. അപ്പം ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സർട്ടിഫൈഡ് റോഡ് വീലറാണ്, നല്ല ബ്രീഡ്, നല്ല ലൈനേജ് ഒക്കെ ഉള്ളതാണ്, നല്ല ക്യാരക്ടറാന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ഒന്ന് സത്യമാണോ എന്ന് അറിയാനായിട്ട് നമ്മൾ നേരിട്ട് വന്നേക്കുക. അപ്പം നല്ല ഹെയറി ആയിട്ടുള്ളൊരു റോഡ് വീലറാണ്. കണ്ടു നോക്കുക ബാക്കിയുള്ള ദാവൂദിൻ്റെ വിശേഷങ്ങളൊക്കെ. നല്ല മുടി കഴുത്തിൻ്റെ അവിടെയൊക്കെ ദാവൂദ് 4 വയസ്സുള്ള മെയിൽ റോഡ് വീലറാണ്. അപ്പം അതിൻ്റെ ആയിട്ട് എന്തെങ്കിലും അഗ്രഷനൊക്കെ കാണുമോ എന്നൊക്കെ പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം ഒരു പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ട് മെയിൽ ഡോഗ് റോഡ് വീലറൊക്കെ അഗ്രഷൻ കാണിക്കാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കടിക്കാൻ വരും. അപ്പോൾ നമ്മൾ അഡോപ്ഷൻ കൊടുക്കുന്ന ആൾക്കാർ, അതിനെ കൊണ്ടുപോയി വളർത്താൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നല്ലൊരു സൂപ്പർവിഷൻ ഇല്ലാതെ അതിനെ കൈവശം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് വരും. കാരണം എന്തെങ്കിലും കയ്യോ കാലോ ഒക്കെ കടിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചുറി പറ്റുമ്പോൾ അത് വലിയൊരു വിഷമമുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു ക്യാരക്ടർ മനസ്സിലാക്കി നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ദാവൂദിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ദാവൂദിൻ്റെ എല്ലാ കാര്യങ്ങളും, അവൻ്റെ തൊടുന്നതും അവൻ്റെ ടച്ച് അഗ്രഷനൊക്കെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ അന്യനെ പോലെയൊക്കെ മാറുന്ന എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി ആണ് നമ്മൾ ദാവൂദിൻ്റെ വീഡിയോ എടുക്കുന്നത്. പേടിയില്ലാത്തോണ്ട് വന്നപ്പോ ഇവന് ഓക്കെയായിട്ട് നിന്ന്. പക്ഷെ വന്നല്ല, കുറച്ചൊന്നുമില്ല. ഇല്ല, ഇവരങ്ങനെ സാധാരണ കുരയ്ക്കാത്ത ടൈപ്പ് ആണല്ലോ ഇവര്. കടിക്കാന്നുള്ളൊരു ലക്ഷ്യമുള്ളൂ, അനങ്ങാതിരിക്കും. അങ്ങനെ ഒരു പേടിയുണ്ട് കേട്ടോ. ഇവനെ മോനെ ഇവിടെ കഴിച്ചു നിർത്തുമ്പോ കൈ വിട്ടുപോയാലേ ഞാൻ പറയാൻ എനിക്കങ്ങ് പേടിയാ, കൈ വിട്ടുപോ. ദാവൂദിനെ 4 വർഷം മുമ്പ് 25,000 രൂപയ്ക്ക് വാങ്ങിച്ചതായിരുന്നു. കൊല്ലത്തുനിന്ന് തന്നെ വാങ്ങിച്ചത്. സാധാരണ ലാബ് പോലത്തെ ഫ്രണ്ട്ലി ഡോഗാണെങ്കിൽ നമുക്ക് ഇത്രയും ടെസ്റ്റുകളൊന്നും നടത്തേണ്ട കാര്യമില്ല. റോഡ് വീലർ ഒരു ഗാർഡിങ് പർപ്പസിനൊക്കെ വളർത്തുന്ന ബ്രീഡായതുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അഡോപ്ഷന് കൊടുക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ ദാവൂദിനെ കൊണ്ട് ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. നമുക്കിതിൽ വെച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും എൻ്റെ സ്വഭാവമൊക്കെ, അതിനു വേണ്ടി മാത്രം അത് ചെയ്യുന്നത്. അതിലുണ്ടായിരുന്നു ഞാൻ കൊടുക്കത്ത് സമ്മതിക്കത്തില്ലായിരുന്നു. കളിക്കാൻ നേരത്ത് ദേഹത്ത് പിടിക്കാൻ നേരത്തെ ദാവൂദേ ദാവൂദിനെ തുറന്നു വിടാനായിട്ട് ചുറ്റുമതിലൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം വളർത്താൻ ഇനി കൊണ്ടുപോകുന്ന ഒരു ചുറ്റുമതിലൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ ഫ്രീ ആയിട്ട് അതുപോലെ ഓടിച്ചാടിയെ കളിക്കാൻ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ ദാവൂദിന് കിട്ടിയേക്കുന്നത്.
മറ്റേ റോട്ടിനെ പോലെ അല്ല, അവൻ അകത്ത് കയറാൻ പോലും സമ്മതിക്കത്തില്ല. അവിടെ വേറെ ഉണ്ടോ? അല്ല, നമ്മളൊരു വീട്ടിൽ പോ ദുശീലമെന്ന് പറയാനൊന്നുമില്ല. പിന്നെ എന്തോ പ്രശ്നങ്ങളൊന്നും ഇല്ല. കുളിപ്പിച്ച് കഴിഞ്ഞാൽ തോർത്തുന്ന അത്ര ഇഷ്ടമല്ല. നമ്മളിങ്ങനെ വേറെ തോർത്തത്തില്ല, മുരളത്തൊന്നുമില്ല. അതിനതിങ്ങനെ കടിക്കണം. അപ്പൊ അതിന് അഡ്വാൻസ് ആയിട്ട് ഇതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കടിക്കാൻ ഒരിക്കലും കൊടുക്കും. അത്യാവശ്യം ഒരു പുതിയ മനുഷ്യനായ എൻ്റെ അടുത്ത് തന്നെ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉള്ളൊരു അപ്രോച്ചൊക്കെ കാണിക്കുന്നത്. കൈയും കാലിലൊക്കെ ഒന്ന് തൊടുന്നത് അഗ്രഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ദാവൂദിന് വലിയ പ്രശ്നമില്ല. പുതിയതായിട്ട് കാണുന്ന എൻ്റെ അടുത്ത് ചെറിയൊരു മുരൾച്ചയൊക്കെ കാണിക്കും. എങ്കിലും അത് വളരെ ഭീകരമായിട്ടുള്ളൊരു വാണിംഗ് ഒന്നുമല്ല, വളരെ കുറച്ച് കൂളായിട്ടൊക്കെ എൻ്റെ അടുത്തൊരു വാണിംഗ് തരുന്നത്. പൊതുവെ എല്ലാ ഡോഗ്സിനൊക്കെ കാണാറുണ്ട് കയ്യിലും കാലിലൊക്കെ. പക്ഷേ ഇവന് റോഡ് വീലറിനെ അപേക്ഷിച്ച് ഇവനെ അത്രയ്ക്ക് ശൗര്യമൊന്നും കാണിക്കുന്നില്ല. ഒരു 10-15 ദിവസം കഴിയുമ്പം അതൊക്കെ കയ്യിലും കാലിലും ഒക്കെ തൊടാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു ബ്രീഡ് തന്നെയാണ് നമ്മുടെ ദാവൂദ്. അപ്പം വളരെ ഹാപ്പി ആയിട്ട് അഡോപ്ഷന് കൊണ്ടുപോകാം. ഒരു ശരാശരി ആരോഗ്യമുള്ളൊരു മനുഷ്യനായിരിക്കണം. ഇവനെ നടത്തിക്കാനും പുറത്തിറക്കാനും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരിക്കണം. ഇവനെ അത്രയും ഒരു മാനസിക അടുപ്പവും കൂടി റോഡ് വീലറായിട്ടുള്ള ആൾക്കാർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പം ദാവൂദിന് നല്ല വീട് കിട്ടാനായിട്ട് വീഡിയോ പരിചയക്കാർക്കും റോഡിനെയൊക്കെ ഇഷ്ടപ്പെടുന്നതും പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ദാവൂദിൻ്റെ എല്ലാ സ്വഭാവം മനസ്സിലാക്കി ഒരു വീട് ദാവൂദിന് കിട്ടാനായിട്ട് നിങ്ങൾ സഹായിക്കുക. ഇപ്പൊ ഈ മൂഡിലൊക്കെ തരുമെന്ന് അറിയത്തില്ല. തരികയൊക്കെ ചെയ്യാം. കൈ വല്ല ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ 2 കൈ മാറി തരുമോ? മണ്ട കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ, പിടിച്ചില്ല. ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇറക്കിക്കോ, വെറുതെ ഞാനെ ദേഷ്യം പിടിപ്പിച്ച്. ഗായ്സ്, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ദാവൂദിനെ വളർത്താൻ താല്പര്യമുള്ളവർ, ബ്രീഡേഴ്സ് അല്ലാതെ വീട്ടിലൊരു പൊന്നോമനെ പോലെ വളർത്താൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ദാവൂദിനെ നൽകുന്നതായിരിക്കും. അപ്പം ഇതുപോലെയുള്ള നല്ല അഡോപ്ഷനും നല്ല വീഡിയോയ്ക്കും ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഗായ്സ്, ബൈ.